ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വാർത്തകൾ ഉണ്ടാകുന്ന ഇടം ഏതാണെന്ന് ചോദിച്ചാൽ അത് വയനാടാണ് എന്ന് പറയേണ്ടി വരും. ഒരു കാലത്ത് ഇത്രയധികം വാർത്താ പ്രാധാന്യമൊന്നും ഇല്ലാതെ കിടന്ന സ്ഥലമായിരുന്നു വയനാട് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഏത് വാർത്ത എടുത്താലും അതിൻ്റെ ഒരു അറ്റം വയനാട്ടിൽ ഉണ്ടാകും എന്നതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. കാരണം ഇന്നിപ്പോൾ നടക്കാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വയനാട് DCC ട്രഷറർ NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട്, മകന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് IC ബാലകൃഷ്ണൻ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് CPIM-ന്റെ വലിയ പ്രതിഷേധം നടക്കാൻ വേണ്ടി പോവുകയാണ്. മനുഷ്യ ചങ്ങല തീർക്കുകയാണ് ഇന്ന് CPIM. വൈകിട്ട് ബത്തേരിയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതേസമയം സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ഇന്ന് വയനാട് MP പ്രിയങ്ക ഗാന്ധി NM വിജയന്റെ വീട് ഇന്ന് സന്ദർശിക്കുന്ന ദിവസം കൂടിയാണ്. വിവരങ്ങളുമായി അനൂപ് നമ്മളോടൊപ്പം ചേരുകയാണ് വയനാട്ടിൽ നിന്ന്. വളരെ തിരക്ക് പിടിച്ചൊരു വാർത്താ സമയത്തിൽ നിൽക്കുകയാണ് അനൂപ് അടക്കമുള്ളവർ. അനൂപ്, ഗുഡ് മോർണിംഗ്. മോർണിംഗ് മനു. അനൂപ്, വലിയ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ IC ബാലകൃഷ്ണന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് മനുഷ്യ ചങ്ങല തീർക്കുകയാണ് CPIM. കഴിഞ്ഞ ദിവസം ഈ IC ബാലകൃഷ്ണനെ ഈ കേസിൽ അറസ്റ്റ് ചെയ്യുന്നതും നമ്മൾ കണ്ടതാണ്. മുൻകൂർ ജാമ്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ അദ്ദേഹത്തിന് പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ജയിലിൽ കിടക്കേണ്ട ആളാണ്. അപ്പോൾ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് മനുഷ്യ ചങ്ങലയിലേക്ക് പോകുന്നു. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രിയങ്ക ഗാന്ധി ഇന്ന് ഈ NM വിജയന്റെ വീട് സന്ദർശിക്കുകയാണ്. ഇതുവരെ ആത്മാർത്ഥമായ രീതിയിൽ ഒരു അനുശോചനം പോലും അവരുടെ ഭാഗത്തുനിന്ന് വരാതിരുന്നത് വലിയ ചോദ്യമായിരുന്നു നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ പേഴ്സണൽ സ്റ്റാഫ് അടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിക്കൂട്ടിലേക്ക് വരുന്ന സാഹചര്യത്തിലാണോ മറ്റു മാർഗങ്ങളില്ലാതെ വയനാട് MP NM വിജയന്റെ വീട് സന്ദർശിക്കുന്നത്? തീർച്ചയായും മനു, രണ്ട് സമ്മർദ്ദ സാഹചര്യങ്ങളാണ് പ്രിയങ്ക ഗാന്ധിക്ക് വയനാട്ടിൽ നിന്ന് ഈ സമയങ്ങളിൽ നേരിടേണ്ടി വന്നത്. അത് ഒന്ന് NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ടതാണ്, ഒന്ന് വന്യമൃഗശല്യവുമായിട്ട് പൊതുവിൽ വന്നിട്ടുള്ള വയനാട്ടിലെ വലിയ പ്രതിഷേധത്തെ തുടർന്നാണ്. ഏതായാലും അത് രണ്ടിലും ഒരു പരിഹാരമായി, അല്ലെങ്കിൽ ആ വിധത്തിൽ അതിലൊന്ന് ഇടപെട്ടൽ, തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ആ വിധത്തിൽ ഒന്ന് കാണിക്കാനായിരിക്കാം അവരുടെ ഈ ഒരു വരവ് എന്നാണ് നാം നോക്കി കാണുന്നത്. ഏതായാലും ഈ ദിവസങ്ങളിലൊന്നും തന്നെ അവരുടെ ഒരു ക്രിയാത്മകമായിട്ടുള്ള ഇടപെടൽ ഈ വിഷയങ്ങളിൽ ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് വന്യമൃഗശല്യം നമുക്കറിയാം. ഇതുമായി ബന്ധപ്പെട്ട് 2019 മുതൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാക്കൾ MP ആയിരിക്കുന്ന മേഖലയാണ് വയനാട്. അവിടെ നിന്ന് ഈ നിയമത്തിനെതിരായിട്ടുള്ള ഒരു സമ്മർദ്ദം, അല്ലെങ്കിൽ അതിന് ഭേദഗതി ആവശ്യപ്പെട്ടുള്ള ഒരു സമ്മർദ്ദവും ഒരു സ്വകാര്യ ബില്ലും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംയുക്തമായ സമ്മർദ്ദമോ കേരളത്തിലെ UDF MP-മാരുടെ ഭാഗത്തുനിന്നോ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നോ നമുക്ക് ഇവിടെ ഉണ്ടായിട്ടില്ല എന്നത് നമുക്ക് കാണാം. ഏതായാലും അതിന്റെ തുടർച്ച തന്നെയായിരുന്നു വീണ്ടും പ്രിയങ്ക ഗാന്ധിയുടെ ഇടപെടലും, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി വന്നതിന് ശേഷവും എന്നും നമുക്ക് കാണാം. അതായത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടയുണ്ടായിട്ടുള്ള ഒരു കാര്യങ്ങളിലൊന്നും തന്നെ വയനാട്ടിൽ പ്രത്യേകിച്ച് വന്യമൃഗത്തിന്റെ അതിരൂക്ഷമായ ഒരു സാഹചര്യം എല്ലാം ഉണ്ടായിട്ടും ആ വിധത്തിലൊരു സമ്മർദ്ദം അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. കേവലം ചില ട്വിറ്റർ പോസ്റ്റുകളുടെ മാത്രമാണ് അവരുടെ പ്രതിഷേധവും അനുഭവം എല്ലാം ഈ വിഷയത്തിൽ അവർ പ്രകടിപ്പിച്ചിരുന്നത്. ഏതായാലും ശക്തമായൊരു പ്രതിഷേധം വയനാട്ടിൽ രൂപപ്പെട്ടു വരികയാണ്. പ്രത്യേകിച്ച് മലയോര മേഖലകളിലെല്ലാം തന്നെ ആ വിധത്തിൽ അവരുടെ ഒരു പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യത്തിലാണ് ഇനി ഡൽഹിയിൽ നിൽക്കാൻ സാധിക്കില്ല എന്നൊരു അവസ്ഥയിലേക്ക് പ്രിയങ്ക ഗാന്ധി എത്തിച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് വയനാട്ടിലെ കോൺഗ്രസ് ആകെ കൊഴിഞ്ഞു പറഞ്ഞ ഒരു അവസ്ഥയിലാണുള്ളത്. വലിയ പ്രതിസന്ധിയാണ് അവർ നേരിടുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന DCC യോഗത്തിൽ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ TN പ്രതാപൻ ഉൾപ്പെടെ പങ്കെടുത്ത, സണ്ണി ജോസഫ് ഉൾപ്പെടെ പങ്കെടുത്ത KPCC നേതൃത്വത്തിൽ നടന്ന ഒരു അല്ലെങ്കിൽ ഒരു അനുനയ യോഗം വലിയ സംഘർഷത്തിലാണ് കലാശിച്ചത്. DCC യോഗം പൂർത്തിയാക്കാനാവാതെ അത് പിന്മാറുന്ന, അല്ലെങ്കിൽ അത് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കോൺഗ്രസിൽ. ആ വിധത്തിൽ സംഘടനാ തലത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ സ്വന്തം ലോക്സഭാ മണ്ഡലത്തിൽ, അവർ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലത്തിൽ ഈ വിധത്തിലുള്ള വലിയ ഭിന്നതയും ആശയക്കുഴപ്പവും സംഘർഷവും എല്ലാം തുടരുന്നത് ഏതായാലും ആ വിധത്തിൽ സംഘടനാപരമായ ഒരു പരിഹാരം കൂടി ലക്ഷ്യമാക്കിയായിരിക്കാം NM വിജയന്റെ വീട്ടിലേക്ക് ഇന്ന് അവർ എത്തുന്നത്. IC ബാലകൃഷ്ണനും അതോടൊപ്പം തന്നെ ND അപ്പച്ചനും ഈ കേസിൽ രണ്ട് പ്രതികളാണ്. ഒരു ഒരു ജില്ലാ നേതൃത്വം തന്നെ ഈ കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ആ ഒരു സാഹചര്യം വലിയ ശക്തമായ സമ്മർദ്ദമായി നിലനിൽക്കുന്നതിനിടെയാണ് NM വിജയന്റെ വീട്ടിലേക്ക് അവർ എത്തുന്നത്. NM വിജയന്റെ വീട്ടിലേക്ക് പ്രിയങ്ക ഗാന്ധി എത്തുമ്പോൾ ആ പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിലെ ഒരു പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിനും മറ്റൊരാൾക്കും ഉൾപ്പെടെ ഈ കേസിൽ പങ്കുണ്ടെന്ന സംബന്ധിച്ചുള്ള തെളിവുകൾ പുറത്തു വരികയാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അവരുടെ ഒരു സന്ദർശനം എന്ന് നമുക്ക് കാണാം. പ്രത്യേകിച്ച് ഈ രതീഷ് എന്ന് പറയുന്ന ആൾ പേഴ്സണൽ സ്റ്റാഫ് അംഗമാണ്. അവർക്ക് അവരുടെ പേര് ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇങ്ങനെ ഇപ്പൊ ഒരു സംഭവം മറ്റാരുടെയെങ്കിലും ഒരു ഭാഗത്തുനിന്നായിരുന്നു ഉണ്ടായിരുന്നുവെങ്കിൽ ഏത് വിധത്തിലാണ് ചർച്ചകൾ പോകുന്നതെന്ന് നമുക്ക് ഒരുപക്ഷെ ആലോചിക്കാൻ പോലും സാധിക്കുന്നില്ല. MP-യുടെ സ്റ്റാഫിലെ 2 പേരുടെ പേരുകളാണ് ആത്മഹത്യാക്കുറിപ്പിൽ ഒരു കോൺഗ്രസ് നേതാവിന്റെ, വയനാട്ടിലെ പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവിന്റെ DCC പ്രസിഡന്റിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പ്രതിപാദിച്ചത്. ഏതായാലും അവരെ പോലീസ് ചോദ്യം ചെയ്യാനിരിക്കുകയാണ്. വിജയൻ ഇതിനകം തന്നെ അവരെ ചോദ്യം ചെയ്യുകയും ചെയ്തു. സ്വന്തം ഓഫീസിലെ 2 പേർ തന്നെ ഈ ആത്മഹത്യാ പ്രേരണ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണത്തിന് വിധേയരായി നിൽക്കുകയാണ് എന്നുള്ള
ഒരു ഒരു സാഹചര്യം കൂടി ഏതായാലും അതിന്റെ പശ്ചാത്തലത്തിലുണ്ട് എന്ന് നമുക്ക് കാണാം. ഏതായാലും ഇതാണ് പ്രിയങ്കാജിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള ചില പൊതുകാര്യങ്ങൾ. പിന്നീട് ഇന്ന് ശക്തമായ ഒരു പ്രതിഷേധം CPM-ന്റെ ഭാഗത്തു നിന്ന് വീണ്ടും ഉണ്ടാവുകയാണ്. ഒരു പ്രതിഷേധ പരിപാടി എന്ന രീതിയിൽ നേരത്തെ തന്നെ ആസൂത്രണം ചെയ്താണ് മനുഷ്യച്ചങ്ങല. ഇന്ന് വൈകിട്ട് ബത്തേരിയിലാണ് ഈ വിധത്തിൽ മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചിരിക്കുന്നത്. മനുഷ്യച്ചങ്ങലയിൽ നിരവധി ആളുകൾ ഈ പ്രദേശത്തുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളെല്ലാം പങ്കെടുക്കും. അതിനു മുമ്പാകെ അതിന് മുന്നോടിയായി ഏരിയ തലത്തിൽ വാഹന പ്രചരണ ജാഥകളെല്ലാം പൂർത്തിയാക്കിയിരുന്നു. പ്രത്യേകിച്ച് ബത്തേരി, മീനങ്ങാടി, പുൽപ്പള്ളി ഏരിയ കമ്മിറ്റികൾക്ക് കീഴിൽ ഈ വിധത്തിലുള്ള വാഹന പ്രചരണ ജാഥകളെല്ലാം പൂർത്തിയാക്കി. പഞ്ചായത്ത് തല പ്രതിഷേധ സദസ്സുകൾ പൂർത്തിയാക്കി. ബത്തേരി മണ്ഡലത്തിൽ പ്രത്യേകിച്ച് വിവിധയിടങ്ങളിൽ ലോക്കൽ തലങ്ങളിൽ ഈ വിധത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ, പ്രതിഷേധ ജാഥകളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷമാണ് മനുഷ്യച്ചങ്ങല എന്നുള്ള രീതിയിലേക്ക് MLA C ബാലകൃഷ്ണന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം എത്തി നിൽക്കുന്നത്. ഇന്ന് വൈകിട്ട് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യും.